നമസ്കാരം. മോദിയെ അധിക്ഷേപിച്ച ട്രംപിനെ ഇന്ത്യ കാലുപിടിപ്പിച്ചു. ട്രംപിൻ്റെ ഇത്തരത്തിലൊരു മനം മാറ്റത്തിന് പിന്നിൽ എന്താണ് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. കാരണം ഇന്ത്യയെ ഈ താരിഫ് കിങ് എന്നൊക്കെ അധിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലൊക്കെ ഇന്ത്യ അധിക്ഷേപിക്കുന്ന ഒരു സമീപനം ട്രംപ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് സ്വീകരിച്ചിരുന്നു. അത് ഈ റഷ്യയുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ എണ്ണക്കരാർ വിവാദമായിരുന്നു അതിന് പിന്നിൽ എന്ന് വേണം കരുതാൻ. അങ്ങനെ ഇന്ത്യയെ താരിഫ് കിങ് എന്ന് അധിക്ഷേപിച്ച ട്രംപിന്റെ പെട്ടെന്നുള്ള ഒരു മനം മാറ്റം ഉണ്ടായിരിക്കുന്നു. അങ്ങനെയാണല്ലോ വ്യാപാര കരാറുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ പെട്ടെന്നുള്ള ആ മനം മാറ്റത്തിന് പിന്നിൽ എന്ത് എന്നൊരു ചോദ്യം ഇങ്ങനെ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇന്ത്യയെ താരിഫ് കിങ് എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയും റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ കടുത്ത ഉപരോധങ്ങൾ, ഭീഷണിപ്പെടുത്തലുകൾ ഒക്കെ ഉണ്ടാക്കുകയും ചെയ്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മനോഭാവത്തിലുണ്ടായ പെട്ടെന്നുള്ള മാറ്റം സത്യത്തിൽ അത് ആഗോള നയതന്ത്ര ലോകത്തെ അടക്കം അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള ഒരു ഫോൺ സംഭാഷണം, ആ ഫോൺ സംഭാഷണത്തിന് പിന്നാലെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവയായിട്ടുള്ള 50% നിന്ന് അത് 18% കുറയ്ക്കുന്ന ചരിത്രപരമായ ഒരു വ്യാപാര കരാറാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. അപ്പോൾ ഈ മനംമാറ്റം എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഇന്ത്യക്ക് 100ഉം 500% വ്യാപാര തീരുവ, ഇറക്കുമതി തീരുവ നിശ്ചയിച്ചിരുന്ന ട്രംപാണ് വളരെ പെട്ടെന്ന് 18% വളരെ ചരിത്രപരമായിട്ടുള്ള വ്യാപാര കരാറുമായിട്ട്, അതായത് 18% ഇറക്കുമതി തീരുവ കുറച്ചുകൊണ്ടുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള വ്യാപാര കരാർ പ്രഖ്യാപിച്ചത്. മോദിയോടുള്ള ബഹുമാനവും സൗഹൃദവും കാരണമാണ് ഈ തീരുമാനം എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. എങ്കിലും എന്നാൽ ഈ മനംമാറ്റത്തിന് പിന്നിൽ ചില കാരണങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ അവസാനിപ്പിക്കാമെന്നും പകരം അമേരിക്കയിൽ നിന്നും വെനിസ്വേലയിൽ നിന്നും കൂടുതൽ എണ്ണ വാങ്ങാമെന്നും സമ്മതിച്ചതായിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ സമ്മതിച്ചത് കൊണ്ടാണ് അത് ട്രംപിനെ തൃപ്തിപ്പെടുത്തിയ പ്രധാന ഘടകമാണ്. ഇങ്ങനെ എണ്ണ കച്ചവടം അല്ലെങ്കിൽ എണ്ണ ഇറക്കുമതി ചെയ്യുക എന്നുള്ളത്, റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ അവസാനിപ്പിക്കാമെന്നും അതിന് പകരമായിട്ട് വെനിസ്വേലയിൽ നിന്ന്, അത് അവിടെ വെനിസ്വേലയിൽ നിന്ന് വാങ്ങുമ്പോൾ അത് അമേരിക്കയ്ക്കാണല്ലോ ഗുണം ചെയ്യുന്നത്, അങ്ങനെ വാങ്ങാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയെന്ന് ട്രംപ് പറയുന്നതാണ്. ഇത് പക്ഷെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല ഇന്ത്യ. ഇത് ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാൻ സഹായിക്കുമെന്നാണ് ട്രംപിന്റെ വാദം എന്ന് പറയുന്നത്. അതായത് അമേരിക്കയുമായിട്ടുള്ള ചർച്ചകൾ നീണ്ടുപോയ സാഹചര്യത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലൊരു ഡീൽസ് ഉണ്ടാക്കിയിരുന്നു. അതായത് മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് പറയുന്ന വിശേഷിപ്പിക്കപ്പെടുന്ന വമ്പൻ വ്യാപാര കരാർ അതിൽ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു ഇന്ത്യ മറ്റ് വിപണികളിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് അതിന്റെ സൂചന. അതായത് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് കരാറുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് വളരെ വേഗം ബന്ധം സ്ഥാപിച്ചെടുക്കുവാനും അത്തരത്തിൽ വ്യാപാരങ്ങൾ നടത്തുവാനും പെട്ടെന്ന് കഴിയും. കാരണം യൂണിയനിലുള്ളവരുമായിട്ടുള്ള ബന്ധം അതിനകത്ത് പെട്ടെന്ന് നടത്തപ്പെടാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ ആ യൂറോപ്യൻ യൂണിയനുമായിട്ട് മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള ഒരു വമ്പൻ വ്യാപാര കരാറിൽ ഇന്ത്യ ഒപ്പുവെക്കുന്ന സാഹചര്യം, ഇത് അക്ഷരാർത്ഥത്തിൽ അമേരിക്കയെ ഞെട്ടിച്ചു, അല്ലെങ്കിൽ ട്രംപിനെ ഞെട്ടിച്ചു എന്നുള്ളതാണ്. അതായത് ഇന്ത്യ മറ്റ് വിപണികളിലേക്ക് നീങ്ങുന്നു എന്നുള്ള സൂചന, അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നീങ്ങുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. അപ്പോൾ അത് തടയിടാൻ വേണ്ടിയിട്ടാണ് ട്രംപിന് മേൽ ഇത് വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇതിനുമേൽ എങ്ങനെയെങ്കിലും ഒരു തടയിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ത്യയോടൊപ്പം വീണ്ടും കൂടിച്ചേരുന്നത് എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥ വസ്തുത. കൂടാതെ മറ്റൊന്ന്, കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയുള്ള മാർക്ക് കാർണി ഉടൻ തന്നെ ഇന്ത്യ സന്ദർശിക്കാനിരിക്കുകയാണ്. കാരണം അവിടെ ഈ യുറേനിയം വിതരണം അടക്കമുള്ള നിർണായക കരാറുകളിൽ കാനഡയും ഇന്ത്യയും തമ്മിൽ ഒപ്പുവെക്കൽ സാധ്യമാകും. അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ അമേരിക്കയെ മാത്രം ആശ്രയിക്കാതെ ലോകശക്തികൾക്ക് വേണമെങ്കിൽ അപ്പോൾ ഇന്ത്യയുമായിട്ട് കൈകോർത്ത് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കാം. അത് ഇന്ത്യ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട്, ഇപ്പൊ കാനഡയുമായിട്ടാണെങ്കിലും ഇറാനുമായിട്ടാണെങ്കിലും റഷ്യയുമായിട്ടാണെങ്കിലും ഒക്കെ ഉള്ള ബന്ധം ഇന്ത്യക്കുണ്ടാകുന്നു. മാത്രമല്ല യൂറോപ്യൻ യൂണിയനുകളായിട്ടുള്ള ബന്ധം ഉണ്ടാകുന്നു. ആ ബന്ധമൊക്കെ വളരെ ശക്തമായി മാറുകയും അത് സ്വാഭാവികമായിട്ടും അമേരിക്കയെ ഒറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ ട്രംപിനെ ഒറ്റപ്പെടുത്തുകയും ഇന്ത്യ വലിയ ശക്തിയായി, വമ്പൻ ശക്തിയായിട്ട്, ലോകശക്തിയായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമെന്നുള്ള കണക്കുകൂട്ടലുകൾ ട്രംപിനും ഉണ്ടായി. അപ്പോൾ ആ ട്രംപിന്റെ ആ കണക്കുകൂട്ടലുകൾ അത്തരത്തിലൊരു ലോകശക്തിയായിട്ട് ഇന്ത്യ വളരാൻ പാടില്ല എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകണമെന്നുള്ള കാഴ്ചപ്പാടാണ് ട്രംപിനെ കൊണ്ട് മനോമാറ്റത്തിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മനംമാറ്റത്തിന് കാരണമാക്കി മാറ്റിയത് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നമ്മൾ പറയുന്നതല്ല എങ്കിൽ കൂടിയും സാമ്പത്തിക വിദഗ്ധരടക്കം അഭിപ്രായപ്പെടുന്ന, രാഷ്ട്രീയ നിരീക്ഷകരടക്കം അഭിപ്രായപ്പെടുന്നത് ഒക്കെ ഇതൊക്കെ തന്നെയാണ്. അതായത് അവസാനം മോദിയെ അധിക്ഷേപിച്ച ട്രംപിനെ കൊണ്ട് തന്നെ ഇന്ത്യ കാല് പിടിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കൊണ്ട് എത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ട്രംപിന്റെ മനംമാറ്റത്തിന് പിന്നിൽ. കാരണം ഇന്ത്യ എന്ന് പറയപ്പെടുന്ന ലോകരാജ്യം കഴിഞ്ഞ കുറച്ചു കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതോ അല്ലെങ്കിൽ കുറച്ചു കാലങ്ങൾ കൊണ്ട് മാത്രം നയതന്ത്ര ബന്ധം സ്ഥാപിച്ചെടുത്തതോ അല്ല. കാലാകാലങ്ങളായി ഈ രാജ്യം ഭരിച്ചു വരുന്ന പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും ഒക്കെ മറ്റുള്ള രാജ്യങ്ങളുമായി നടത്തിവന്ന ഇന്ത്യയുടെ ചേരിചേരാ നയമടക്കമുള്ള കാര്യങ്ങൾ, നയതന്ത്ര ബന്ധത്തിലെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ബന്ധം, അതിനെ ദൃഢപ്പെടുത്തൽ, ഇതൊക്കെ
കാലാകാലങ്ങളായി നടത്തി വരികയാണ് ഇന്ത്യ ഭരിക്കുന്ന എല്ലാ രാഷ്ട്രീയ ഭേദമന്യുള്ള എല്ലാ പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും ഒക്കെ ചെയ്യുന്നത് തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യം നിലനിൽക്കുന്ന ഒരു വേളയിലാണ് 2014 മുതൽ ഇങ്ങോട്ട് BJP സർക്കാർ അധികാരത്തിൽ വരുന്നത്. നരേന്ദ്രമോദി പല രാജ്യങ്ങളുമായിട്ടും അത്തരത്തിലുള്ള ബന്ധം, നയതന്ത്ര ബന്ധം അടക്കം കാത്തുസൂക്ഷിക്കുന്നു. അത് പലപ്പോഴും ഇന്ത്യക്ക് ഈ ഒരു കാലഘട്ടത്തിൽ 2026 കാലഘട്ടത്തിലേക്ക് എത്തപ്പെടുമ്പോൾ അത് ഇന്ത്യക്ക് ഗുണകരമാകുന്ന ഒരു വസ്തുതയായിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഒരു ഗുണകരമാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു, അതായത് ഈ നയതന്ത്ര ബന്ധങ്ങൾ. അപ്പോൾ മുൻപ് അമേരിക്കയെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകേണ്ടി വരുന്ന ഒരു ഗതികേട് ഉണ്ടായിരുന്നു ഇന്ത്യക്ക് എന്ന് മാത്രമല്ല പല രാജ്യങ്ങൾക്കും. ആ ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്ന് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട്, ഇപ്പൊ യൂറോപ്യൻ യൂണിയനുമായിട്ട് ചേർന്നിട്ട് വലിയൊരു വ്യാപാര കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്, ഫ്രാൻസുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, മറ്റുള്ള അതുപോലുള്ള അയൽ രാജ്യങ്ങളുമായിട്ടൊക്കെ വലിയ നയതന്ത്ര ബന്ധത്തിലേക്ക് എത്തുവാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെ ട്രംപിനെ പോലെയുള്ള ഒരു അമേരിക്കക്കാരന് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വളരെയധികം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനുള്ള അല്ലെങ്കിൽ കണക്കുകൂട്ടലുകളെ തെറ്റിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാരണങ്ങളാണെന്നുള്ളത്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ലോകശക്തിയായിട്ട് വളരുന്നു, സാമ്പത്തിക ശക്തിയായിട്ട് വളരുന്നു, ആയുധ ശക്തിയായിട്ട് വളരുന്നു എന്നുള്ളത് ഒരു വലിയ കണ്ടെത്തലല്ല, അതൊരു വലിയ ഉത്തരവാദിത്തം പോലെ അല്ലെങ്കിൽ നമ്മൾക്ക് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ടുള്ള ഒരു വലിയ മാറ്റം പോലെ നമ്മൾ കണക്കാക്കേണ്ടതാണത്. ലോകത്തിന് മുന്നിലേക്ക് കുറച്ചും കൂടി ഉയരത്തിലേക്ക് ഇന്ത്യ എത്തുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയെ പോലുള്ള ലോകശക്തി എന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന അവർക്ക് അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇത്രയും കാലം ഇവിടെ ഇന്ത്യക്കെതിരെ പലതരത്തിലുള്ള താരിഫ് ഉപരോധങ്ങളൊക്കെ ട്രംപ് കൊണ്ടുവന്നു. എന്നിട്ട് ഇന്ത്യ അനങ്ങിയോ? ഇന്ത്യ അനങ്ങിയിട്ടില്ല, മോദി അനങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണകർത്താക്കൾ അതിനെ നോക്കിക്കാണുന്ന ഗൗരവത്തോടുകൂടി തന്നെയായിരുന്നു. പക്ഷെ അവർ മറ്റുള്ള മാർഗങ്ങൾ സ്വീകരിച്ചു. അപ്പോൾ അമേരിക്കയിൽ നിന്ന് എണ്ണ ലഭിക്കുന്നില്ലെങ്കിൽ വേണ്ട മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന്, അങ്ങനെയാണ് റഷ്യയിൽ നിന്ന് എണ്ണ സ്വീകരിക്കാൻ തുടങ്ങിയതും. റഷ്യയുമായിട്ട് ചിലപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ വിലക്കുറവിൽ ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇന്ത്യക്ക് ലഭിച്ചിരുന്നു റഷ്യയിൽ നിന്ന്. അത് മാത്രമല്ല സൗഹൃദപരമായിട്ട് റഷ്യയുമായിട്ട് കഴിഞ്ഞ കാലാകാലങ്ങളായിട്ടുള്ള വലിയ ബന്ധങ്ങൾ നിലനിൽക്കുന്ന രാജ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ റഷ്യയെ മാറ്റി നിർത്തിക്കൊണ്ടൊരു മുന്നേറ്റം നടത്താൻ ഇന്ത്യ ഒരിക്കലും ശ്രമിക്കില്ല. പക്ഷെ അമേരിക്ക നടത്തിയ അല്ലെങ്കിൽ അമേരിക്ക കളിച്ച കളി അല്ലെങ്കിൽ ട്രംപ് നടത്തിയ ഇത്തരത്തിലുള്ള ഒരു ഉപരോധ നാടകം അവസാനിപ്പിക്കേണ്ടി വന്നത് ഇന്ത്യ ഇതിനൊന്നും പുല്ലുവില മാത്രമാണ് കൽപ്പിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. ട്രംപിന്റെ ഇത്തരത്തിലുള്ള ഉപരോധങ്ങളെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടാണ് വീണ്ടും ട്രംപിന് ഇന്ത്യയുടെ കാല് പിടിക്കേണ്ടി വന്ന അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ കാല് പിടിക്കേണ്ടി വന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ത്യ ഉണ്ടാക്കിയെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇപ്പോൾ മനം മാറിക്കൊണ്ട് വീണ്ടും 50% എന്ന് പറയുന്ന തിരിവിൽ നിന്നും പെട്ടെന്ന് 18% എത്തപ്പെടുന്നതും ചില സാധനങ്ങൾക്ക് 0% തിരിവാക്കി മാറ്റുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയത്. അപ്പോൾ അതുകൊണ്ട് മോദിയെ ഭയക്കുന്നത് കൊണ്ടോ ഇന്ത്യയെ ഭയക്കുന്നതുകൊണ്ടോ മാത്രമല്ല, ലോകശക്തികളായി മാറാൻ സാധ്യതയുള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നു എന്നുള്ളതിന്റെ സൂചനകൾ കണ്ടു തുടങ്ങിയപ്പോഴാണ് മോദിയെയും ഇന്ത്യയൊക്കെ ഭയക്കുവാനുള്ള ഒരു കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലേക്ക് ട്രംപ് എത്തിച്ചേരുന്നത്. ട്രംപിന്റെ മനോനില തെറ്റിയ ഒരു ഭരണാധികാരിയായിട്ട് മാത്രമേ ട്രംപിനെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അങ്ങനെ മനോനില തെറ്റിയ ഒരു ഭരണാധികാരിയൊക്കെ മറ്റുള്ള രാഷ്ട്രങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ പോലും അസൂയ ഉളവാക്കുന്ന തരത്തിലേക്ക് കാണാൻ കഴിയുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നത്, ഇന്ത്യയെ കാല് പിടിക്കുവാനുള്ള ശ്രമം നടത്തിയത്. പക്ഷെ അവസാനം സംഭവിച്ചത് ട്രംപിന് ഇന്ത്യയുടെ കാല് പിടിക്കേണ്ടി വന്നു. അങ്ങനെ ആ കാലുപിടുത്തത്തിന്റെ അവസാനത്തിലാണ് ഇപ്പോൾ വെനിസ്വേലയിൽ നിന്നും എണ്ണ ഇറക്കുമതി അമേരിക്കയിലൂടെ ഇറക്കുമതി നടത്താൻ പറ്റും എന്നുള്ള തരത്തിലേക്കുള്ള വലിയ വ്യാപാര കരാറുകളിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഭാവി എന്താകുമെന്നിരുന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്.